കർത്താവ് തൻ്റെ മഹത്വമുള്ള നാമത്തെ വഹിക്കുവാൻ ദൈവം നിന്നെ തിരഞ്ഞെടുത്തേക്കുക. ആ നാമത്തെ വഹിക്കുക എന്ന് പറഞ്ഞാൽ ചുമ്മാ അത് വഹിച്ചുകൊണ്ട് നിൽക്കല്ല, അതിനെ വെളിപ്പെടുത്തണം. ആ നാമത്തിൻ്റെ മഹത്വം, നീ ആ നാമത്തെ വഹിക്കുമ്പോൾ ആ നാമത്തിൻ്റെ മഹത്വം നിന്നിലൂടെ വെളിപ്പെടും. എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യോശുവയുടെ കാലത്ത് ആ പുരോഹിതന്മാർ തങ്ങളുടെ ചുമലിൽ ആ പെട്ടകത്തിൻ്റെ തണ്ടുമായിട്ട് യോർദാൻ നദിയിലേക്ക് ഇറങ്ങിയപ്പോഴാണ് ആ മഹത്വം എത്ര വലുതാണെന്ന് അവിടെ വെളിപ്പെടുവാനിടയായി തീർന്നത്. ആമേൻ, ഹല്ലേലൂയ. ആ പെട്ടകം അവരുടെ ചുമലിലിരിക്കുകയാണ്. ആമേൻ. ദൈവം പറഞ്ഞ് ഈ പെട്ടകവുമായിട്ട് ഈ വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ യോർദാൻ്റെ എതിരൊഴുക്കുകൾ മേലൊഴുക്കുകളെല്ലാം നിൽക്കാനായിട്ടിടയായിത്തീരും. ആമേൻ. കണ്ടോ, ദൈവത്തിൻ്റെ പ്രവൃത്തി ഉണ്ടായത് കണ്ടോ. ആമേൻ. അതിനേക്കാൾ അധികമായിട്ട് ഒരു ദൈവകൃപ നിൻ്റെ മേൽ ഇരിപ്പുണ്ട്. അതിനേക്കാൾ അധികമായൊരു നിയോഗം നിൻ്റെ മേൽ, ഒരു വിളി നിൻ്റെ മേൽ കിടപ്പുണ്ട്. നീ ഇറങ്ങിയാൽ ആമേൻ പല മേലൊഴുക്കുകൾ നിൽക്കും, എതിരൊഴുക്കുകൾ നിൽക്കും. നീയൊന്ന് ഉണർന്നാൽ, നീയൊന്ന് വിശ്വാസത്തോടെ പറഞ്ഞാൽ, നീയൊന്ന് പ്രാർത്ഥിച്ചാൽ, ആമേൻ ഹല്ലേലൂയ, ചില പെരുവെള്ള ത്തിൻ്റെ ഒഴുക്കുകൾ നിൽക്കും. ആമേൻ ഹല്ലേലൂയ. ഒരിക്കലും ഒരു വഴി ഇല്ലെന്ന് പറയുന്നിടത്ത് നീ ഇറങ്ങിയാൽ ഒരു വഴി വെളിപ്പെടുത്തുവാൻ ദൈവം മതിയാവനാ. ദൈവം അത് ചെയ്യും. ആമേൻ ഹല്ലേലൂയ. നമ്മൾ ഇറങ്ങുക വിശ്വാസത്തോടെ. ആമേൻ. മഹത്വത്തിൻ്റെ പ്രത്യാശയായവൻ നിന്റെ അകത്തിരിപ്പുണ്ട്. അതാ പൗലോസ് പറഞ്ഞ കൊലോസ്യ ലേഖനത്തിൽ, മഹത്വത്തിൻ്റെ പ്രത്യാശയായവൻ ആമേൻ നിന്റെ അകത്തിരിപ്പുണ്ട്. നീ വിളി ലഭിച്ചവനാ, നീ തിരഞ്ഞെടുക്കപ്പെട്ടവനാ, നിന്റെ കൂടെ യേശുവുണ്ട്. സ്വർഗം ഇറങ്ങി നിൽക്കുകയാണ്. അപ്പോൾ നീ ഇറങ്ങുമ്പോൾ സ്വർഗം കൂടെ ഇറങ്ങി വരും. നീ ഇറങ്ങിയാൽ വഴി തുറക്കും. നീ ഇറങ്ങിയാൽ അത്ഭുതങ്ങൾ സംഭവിക്കും. നീ പറഞ്ഞാൽ ദൈവപ്രവർത്തികൾ വെളിപ്പെടും. ആമേൻ. നിന്റെ വായിലൂടെ വരുന്ന വാക്കുകൾ അനേകരുടെ ഹൃദയത്തിന് ആശ്വാസമായി തീരും. നിന്റെ വാക്കുകൾ ചിലരുടെ കണ്ണുനീരിനെ മാറ്റും. നിന്റെ വാക്കുകൾ ചിലരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ കൊണ്ടുവരും. ഹല്ലേലൂയ. ആമേൻ.